ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നാട്ടിൽ നിന്ന് എത്തിച്ച വാഴ വിത്ത് നട്ട് വളർത്തുന്നതിനെ സംബന്ധിച്ച്. ഒരു മാസം മുമ്പാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരുന്നത്. ഇപ്പോൾ ഒരു മാസത്തിന് ശേഷം നമ്മുടെ വാഴ ഇത്രയും വളർന്നിട്ടുണ്ട്. വാഴയ്ക്കൊപ്പം തന്നെ നമ്മൾ കപ്പയും കൃഷി ചെയ്യുന്നുണ്ട്. ഈ കപ്പയും വാഴയും അല്ലാതെ വേറെയും വാഴയും കപ്പയും ഒക്കെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ തുടർന്നും ചെയ്യുന്നുണ്ട്. ഈ വാഴയ്ക്കൊപ്പം നമ്മൾ ഈ കപ്പ കൃഷിയോടെ ചെയ്യുന്നത് കൊണ്ട് കപ്പ അധികം ശക്തിയായിട്ട് വളർന്നു വരുന്നില്ല. കാരണം സ്ഥലപരിമിതിയാണ് ഇതിനുള്ളൊരു പ്രശ്നം. നമ്മുടെ വാഴയൊക്കെ വളർന്ന് വാഴയുടെ ഇലയുടെയൊക്കെ അടിയിലേക്ക് കപ്പ ആയിപ്പോയത് കൊണ്ട് നേരിട്ട് സൂര്യപ്രകാശം അടിക്കാനൊക്കെ കൊണ്ട് ശകലം ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കാം നമ്മുടെ കപ്പ അധികം ആരോഗ്യമില്ലാതൊക്കെയാണ് നിൽക്കുന്നത്. പിന്നെ നമ്മുടെ വാഴയ്ക്ക് ചെറിയ വിത്തുകളൊക്കെ പൊട്ടിയിട്ടുണ്ട്. 1-2 വിത്തുകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ കാലാവസ്ഥയൊക്കെ കഴിയുന്നതിന് മുമ്പ്, അതായത് ഇപ്പോൾ ഉള്ള ഈ ചെറിയ തണുപ്പും ഒക്കെ ഉണ്ട്. ഈ കാലാവസ്ഥയൊക്കെ മാറി നല്ല ചൂടിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ വാഴയുടെയൊക്കെ കൊല വെട്ടുക എന്നുള്ള ഉദ്ദേശമാണ്. ഇപ്പോൾ ഈ കാണുന്നത് ഒരു ചെങ്കതളി വാഴ വിത്താണ്. അത് കിളിർത്ത് വരാനെ കൊണ്ട് കുറേ സമയമെടുത്തു. ചെങ്കതളി വാഴയുടെ കൊല വെട്ടാൻ സാധിക്കുമോ എന്ന് നമുക്കറിയില്ല. കാരണം ചൂട് കാലത്തിന് മുമ്പ് എന്തായാലും കൊല വെട്ടാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ മറ്റു വാഴകളൊക്കെ നമുക്ക് കൊല വെട്ടാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വേറെയും വാഴയൊക്കെ നമ്മൾ വേറെ കൃഷി ചെയ്യുന്നുണ്ട്. അതൊക്കെ കൊലച്ച വാഴകളും വേറെ ഉണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ പിന്നെ ചെയ്യാം. വേറെയും പലതരത്തിലുള്ള കൃഷികൾ നമ്മൾ ചെയ്യുന്നുണ്ട്, സ്ഥലമുള്ളതിനനുസരിച്ച്.